ഷാഫി പറമ്പലിനെതിരായ വർഗീയ ആരോപണം പ്രതിരോധിക്കാനായി UDF ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ സജീവമാകാൻ തന്നെയാണ് ഷാഫി പറമ്പലിൻ്റെയും UDFിൻ്റെ തിരുവരം. അതിനിടെ KK ശൈലജ ടീച്ചറെ വർഗീയമായി ചിത്രീകരിക്കാൻ UDF വ്യാജപ്രചരണം നടത്തുകയാണെന്ന ആരോപണവുമായി CPIM രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയും വിശദാംശങ്ങൾ റിയാസാണ് തരുന്നത്. റിയാസ്, ഈ വടകരയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ദിശകൾ? തീർച്ചയായും അജിംഷാദ്, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വടകരയിൽ തുടങ്ങിയ വാക്പോര് ഇപ്പോഴും തുടരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നു എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു. വാട്സപ്പിലെ ഒരു ചർച്ച എന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു. അത് KK ശൈലജ ടീച്ചർ കാഫിറാണെന്നും അതുകൊണ്ട് മുസ്ലിമായി ഷാഫിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തരത്തിലാണ്. എന്നാൽ അന്ന് തന്നെ അത് ഷാഫി പറമ്പിൽ UDFും തള്ളിയിരുന്നു. അത് വ്യാജ നിർമ്മിതിയാണ് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ശൈലജ ടീച്ചറെ വർഗീയവാദിയാക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന തരത്തിൽ CPIM ആരോപിക്കുന്നു. അതിന് പിറകിൽ ഷാഫിയുടെ പങ്കുണ്ട് എന്ന് ഷാഫിക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്നു. ഷാഫി വർഗീയവാദിയാണെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ CPIM കേന്ദ്രങ്ങൾ നടത്തുന്നു. അതിനെ UDF മറ്റൊരു തരത്തിൽ പ്രതിരോധിക്കുന്നു. സ്വാഭാവികമായും ഇതിനെ നേരിടാനായിട്ടാണ് ഷാഫി പറമ്പിൽ പറയുന്നത് വർഗീയ ചാപ്പ തന്റെ പേരിൽ കുത്തുന്നത് ജയരാജൻ BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ച മറച്ചുവെക്കാനാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തനിക്കെതിരായ ആരോപണങ്ങളെ, ഷാഫി പറമ്പിലിനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ UDF വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കാമെന്ന പേരിൽ വടകരയിലും കോഴിക്കോടും വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ അതിന്റെ നിയമ നടപടികളും നടന്നു വരുന്നു. റൂറൽ പോലീസ് പരിധിയിൽ കോഴിക്കോട് റൂറൽ പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ 2 പരാതികളാണുള്ളത്. ഒന്ന്, ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് LDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയ പരാതി. ഒപ്പം ഈ സ്ക്രീൻഷോട്ടിൽ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനായ വ്യക്തി നൽകിയ പരാതി. ഈ മുസ്ലിം ലീഗ് പ്രവർത്തകൻ പറയുന്നത് തന്റെ പേരിൽ വ്യാജമായി സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചു, അത് അന്വേഷിക്കണമെന്ന രീതിയിൽ. എന്തായാലും ഇതിന്റെ വസ്തുത പോലീസ് അന്വേഷണം നടക്കുകയാണ്. പോലീസ് അന്വേഷണത്തിനുള്ള പരാതി ദിവസങ്ങളായി പോലീസിന്റെ കയ്യിലുണ്ട്. എങ്കിലും അന്വേഷണം നടന്നു വരികയാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ യഥാർത്ഥ വസ്തുത എന്തെന്നുള്ളത് വ്യക്തമാകൂ. അതുവരെ എന്തായാലും വടകരയിൽ ഈ വാക്പോരും രാഷ്ട്രീയ വാക്ക് തർക്കങ്ങളും എന്തായാലും നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അജിംഷാദ്.